ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് എന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെറുതായിട്ടൊക്കെ പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കാൻ പോണേന്. ഇവിടെ ഇവിടെ തുമ്പി അതി മാത്രം മറ്റേ പ്രേതം കൂട്ടിട്ട് മൂലം ഇരിക്കണ പോലെ ഇങ്ങനെ തുമ്പി. ഇവിടെ ഞാനും തുമ്പി അബി മാത്രമാണ്. കണ്ടപ്പനെ ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ വിട്ടേക്കാം. ആഡിക്സ് വേറെ ഒരു ആൾക്കാരും ഇവിടെ എത്തിയിട്ടില്ല. എനിക്ക് എല്ലാത്തിനോടും ദേഷ്യമുണ്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഫുള്ളൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോണേ കേട്ടാ. നമുക്ക് സെറ്റാക്കാം. ഗായ്സ്, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ സാധനം പൊട്ടിക്കാം. നല്ലോണം അബിയുടെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരെ കാണട്ടെ. നിനക്ക് എത്ര രൂപയെന്നറിയാവോ? അന്ന് ആഴ്ചയിൽ നമുക്ക് ബർത്ത്ഡേക്ക് വാങ്ങിയായിരുന്നു. അത് നല്ല സാധനം, നല്ല വലിപ്പമായിരുന്നു. ഇതിന് നീളം കുറവാന്ന് പോകണം. അബി അറിയാണ്ടെങ്കിലും പൊട്ടിക്കാൻ എന്റെ മുകളിൽ ഇത്ര ഉള്ളോ? അപ്പൊ ഇപ്പൊ അമ്പന്റെ ഓർമ്മ എടുക്കുന്നത് ഇതെടുക്കട്ടെ. മൂന്ന് പമ്പ ഇവിടെ പൊട്ടിക്കാൻ അറിയാം ഗൈസ്. ഈ ഒരു സാധനം ആർക്ക് പൊട്ടിക്കാൻ അറിയില്ല, പക്ഷെ 4 ഇവിടെ ഇവിടെ ആകെ 4 പേരേ ഉള്ളല്ലേ. പരിപാടിക്ക് ആകെ 4 പേരേ ഉള്ളു. 4 പോപ്പറുണ്ട് പൊട്ടിക്കാനായിട്ട്. അതില് മാറ്റണ്ട. അതെന്താണ് അല്ല തെകഞ്ഞില്ലെങ്കിൽ ഗൈസ്, ഞങ്ങള് ബലൂൺ വീർപ്പിക്കണേ. ഇതൊക്കെയാണ് കളറുകള്. ഇതാണ് ഞങ്ങളുടെ ശരവണന്റെ അനിയൻ. ശരവണന്റെ അനിയൻ ഹായ് കൊടുത്തേ. ശരവണന്റെ അനിയൻ ഗൈസ്, ഇവരൊക്കെ ഭയങ്കര നാണമുള്ള ടീമുകൾ. ഇവിടെ എല്ലാവരും വാങ്കാട്ടിക്കട്ട് തിരിഞ്ഞെത്തിരിക്കണേ. നല്ല ഭംഗിയുണ്ടാ. നല്ല ഒരു വേറൊരു ലുക്ക്. നിങ്ങക്ക് ഞാൻ എങ്ങനെ ബലൂൺ പിടിപ്പിക്കണെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ സാധനത്തെ പിടിക്കണം. അതെ, പിന്നെ ഇവിടെ പിടിച്ചിട്ട് എനിക്കറിയില്ലടാ. നിന്നെ അന്ന് ഇവിടെ വെച്ചെടുത്ത് നീ കുഴപ്പമൊന്നുമില്ല. നീ കാണിച്ചല്ലേ. ആഴ്ച എന്തോ ഒരു ഉടായി പൊപ്പിക്കണുണ്ട്. എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ പൊളിച്ചിരുന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യലുണ്ട്. എന്താണ് ആഴ്ച? എന്താടാ? അല്ല, ചെറുതും അബി അതിന്റെ കാലിനൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ എന്താ പ്രശ്നം? എന്താ അവ ഇന്നിങ്ങോട്ട് എടുത്തോണ്ടോന്ന്. എനിക്ക് ആഴ്ച എന്താണ് ഒരു ഗോൾഡ് ഫിഷ്. എന്ത് ഫിഷാണ് മേടിച്ചേക്കണോ? എനിക്കൊരു ഫൈറ്ററിനെ മേടിച്ചിട്ടുണ്ട്. അതിന്റെ തരാനുള്ള സർപ്രൈസിലാണ് അയച്ചത്.
എടാ തനിയെ ആ കൊച്ചു അവിടെ ഇരുന്ന് അവന്റെ ആകെ ഇച്ചിരി ശ്വാസമുള്ള അത് കളയുന്ന കൊടുക്കണം നിന്റെ ശ്വാസം കൊടു. എടാ ഈ കിടക്കണ ഇത് പലതും എന്റെ ശ്വാസം പൊട്ടി വേടാ എന്താണ് അത് ഗപ്പി ഗപ്പി അമ്മ ഞാൻ ടാങ്ക് കൊണ്ടോട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഈ പാത്രം കൊണ്ടോട്ടെ. തണുത്തിട്ടുണ്ടാവില്ലല്ലോ വെള്ളം. അമ്മ ഒന്ന് മറിച്ചിട്ടേക്കല്ലേ. എവിടെ ഗൈസ് ഗൈസ് ആർട്സിന്റെ ഗിഫ്റ്റ് ആണ്. എടാ ഇത് എന്തിനാണ് ഇച്ചിരിക്കാൻ വെള്ളത്തിട്ട് അതിനെ പോണേടാ. എടാ ഇതിന് അപ്പ തന്നാ പോരെ അതിന്റെ കൂടെ ഗപ്പിയുടെ ഫിഷും റൈസിന്റെ ഫിഷ് ഫുഡും കൂടി ഉണ്ട്. നീ പോണേണ എടാ എനിക്ക് അപ്പ തന്നാ മതി. എടാ അപ്പ മതി. അടുത്തത് പൊട്ടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ ഇവരെ പറഞ്ഞതാണ് ഇത് ഞാൻ പൊട്ടിച്ചു. ഹലോ ഒരു ഗ്ലാസ് പേടി ഒരു കപ്പ് കണ്ണപ്പേടിയില്ല കൊണ്ടുപോയാ ഇതൊന്നും എന്റെ റൂമിലായിട്ടാ. എടാ അമ്മച്ചി തന്നെ നിരത്തിട്ട് പൊട്ടിക്കോടാ. എടാ അമ്മ ഒന്ന് റൂമിലായിട്ട് വെക്കുവാ ഈ ഫിഷിന്. അയ്യോ ഇതെന്താണ് ചരിഞ്ഞിരിക്കണം. എടാ വെള്ളം ഒഴിക്കണ്ടേ ഇതിന് ഇതിന് ഇതിനകത്ത് കിടക്കാൻ പോലും സ്ഥലമില്ലല്ലോ. അമ്മ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നേ. സാധാ വെള്ളമൊന്നും വെക്കണ്ടോ. ഇച്ചിരി ജീരകം വെള്ളം കെട്ടി ഇച്ചിരി വെള്ളം മീനിന് കൊടുക്കാനാ. ആദ്യത്തെ ദിവസം തന്നെ മീനെ കൊല്ല. ഇതെവിടെ വെക്കോടാ. മീനും ഇപ്പൊ തൽക്കാലം അവിടെ എവിടെ അതിച്ചിരി വെട്ടം കൊള്ളട്ടെ. ആ പെട്ടി ഇവിടെ ഇരുന്നോട്ടോ. ദൈവമേ മാധവ് വരുമ്പോ അതോടെ ഇരിക്കണേന്ന് ഓർമ്മിക്കണോട്ടോ. അവനെ വേണേ ഇതിനകത്ത് കൈയിട്ട് എടുക്കും. അബി you bullshit. So ഇതാകിനെ പറഞ്ഞ മതിയായി. എന്റെ മോനെ എടാ ഇല്ല ഓഫാക്കാനാ. ഗായ്സ് ഞാൻ റെഡി ആയിട്ടുണ്ട്. എന്റെ പുതിയ ഷൂ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ എന്റെ ലാസ്റ്റ്. ഞാൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ മിക്ക വീഡിയോസും മൊത്തമായിട്ട് എടുക്കാനൊന്നും പറ്റുള്ള ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മതി. ഇനി കേക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കണം. അയ്യോ കേക്ക് വെക്കാനുള്ള സാധനം അവിടെ വെച്ചിട്ടില്ല. ഷൂ അങ്ങനെ പുതിയ ഷൂ. ഇത് ബർത്ത്ഡേ ഒക്കെ എടുത്ത ബർത്ത്ഡേക്ക് ഇത് തന്നെ കേട്ടോ പറയും. ദൂരെ നിലത്ത് കൊണ്ട് ഗൈസ് ഇതാണ് എന്റെ അനിയത്തി. ഇത് ഒരെണ്ണം മാത്രം. ഇത് എന്റെ അനിയത്തിയാണ്. അവള് ഗർഭിണിയാണ്. വയറുന്ന് കാണിച്ചു കൊടുത്തു. സത്യമായിട്ട് അവള് ഗർഭിണിയാണ്. ഒറിജിനൽ ഗർഭമാണത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. കണ്ടില്ലേ ഉത്തരവാദി അവളെ പനിയായിട്ട് ഗൈസ്. ഇത് ഞങ്ങളുടെ ഷാജഹാണ്. അയ്യോ ഇത് വെക്കാനായിട്ട് മറ്റേ നീ ബെല്ലൂൺ കൊണ്ടുള്ള സാധനം കിട്ടിയില്ലേ അതുകൊണ്ട് ഞങ്ങക്ക് ഞാൻ ഇവിടെ ഒരു വീഡിയോ പക്ഷെ ഇത് ഞാനും കൂടിയാ നീ ഒരു സ്ഥലം ശരി നല്ല രസമുണ്ട്. നീ പറഞ്ഞതിന്റെ എവിടേക്ക്
ഞാൻ പെരേലുള്ള ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കറക്റ്റ് ആ സ്റ്റെപ്പ് വരികയല്ല, എനിക്ക് വണ്ണമില്ലല്ല. വണ്ണമുള്ള നിങ്ങൾ വേണം കളിക്കാൻ. പാട്ട് പഠിക്കാം. പാട്ട് പാടാതിരിക്കും. കളർ വേറെ എല്ലാം കുത്തിയില്ലേ? വില പിടിച്ചേക്കാൻ ഞാൻ വാ. കണ്ണടക്കം മേടിച്ചിട്ട് എന്താ മേടിച്ചത്? എവിടെടാ നീ അത് കൊടുക്കടാ. ഞാൻ കൊടുക്കും. നിങ്ങളാരും കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പിടിച്ചു കൊടുക്കും. കൊണ്ടുവന്നേ കൊടുക്കണം. അല്ല ഇവിടെ കാണണ്ടേ, എല്ലാരും കാണും. കൊടുക്കടി എന്താ ഇറങ്ങാൻ വേണ്ടിയാണ്. അയ്യോ അമ്മ പാത്രം ഇത് മെഡിക്കൽ ആദ്യം എപ്പോഴാണ് കത്തിക്കുക? കണ്ണൊന്നും മേടിച്ചോ? നീ പോടേ. അത് അടിപ്പെട്ടു പോരുന്നുണ്ട്. തിരിക്കടി അതിവിടെ നോക്ക്, ഇങ്ങനെ നോക്ക്. കഴിഞ്ഞെങ്കിലേ മറ്റേ ചെയ്യാനുള്ളത് അവസാനം പട്ടിണിക്കണ്ടി ഇരിക്കണ്ട വന്നല്ലേ. നീ അപ്പൊ ആ മീനിനെ ഒന്ന് മനസ്സിലാക്കി. അത് കത്തിക്കാൻ വേണ്ടിയാ. നീ ഇതൊക്കെ എവിടുന്നാണോ വായിച്ചത്? ഇങ്ങനെ സാധനങ്ങളൊന്നും അറിയാത്തവളാണ്. വേണ്ട വേണ്ട കേറട്ടെ, വീഴും. എടാ ഇത് വീലിടാനായിട്ട് വീഡിയോ എടുത്താൽ വാങ്ങിയിട്ടുണ്ടല്ലോ.
സർപ്രൈസ് ആയിട്ട് ഇവൻ ഇതിനങ്ങോട്ട് പിടിച്ചു നീ അവിടെ പോയി കണ്ണട വേണ്ടി എന്താ ഞാൻ അങ്ങടെ എന്തായാലും എന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാൻ കറക്റ്റ് എന്റെ ഇഷ്ടത്തിനുള്ള മേടിച്ചിട്ട് വന്നു. ഒരു വണ്ടന് മാത്രം അറിയില്ല. 5-6 കടയിൽ കയറിയിട്ട് അവസാനം ഒരു കടയിൽ തന്നെ കയറി ഇത് അവിടെ ഉണ്ടായിരുന്നു. പിടിച്ചോണ്ട് വീണത് കണ്ട് പിന്നെ തട്ടിയെടുത്ത് പറയാൻ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോയി. അപ്പൊ ഞാൻ എന്റെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ഓർത്ത്. എനിക്ക് മുമ്പത്തെ ബർത്ത്ഡേനേക്കാൾ കുറെ സന്തോഷമായിട്ട്. മുമ്പത്തെ ബർത്ത്ഡേ എനിക്ക് ഫുൾ ശോകമായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ശോകമായിരുന്നു. ആ വർഷവും ശോകമായിരുന്നു. സത്യം പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ആ ഒരു ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടി പോയ ടൈം മുതലേ എല്ലാം കുളം അങ്ങനെ ആയിട്ടുണ്ടായി. പക്ഷെ ഇപ്രാവശ്യം എല്ലാം സെറ്റ് അടിപൊളിയായിട്ട് നടന്ന്. അത് മാത്രമല്ല ഞാൻ കുറെ ആഗ്രഹിച്ചതുപോലെ എല്ലാരും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നെ തന്ന്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഓർഡർ ഒന്നും നോക്കണ്ടെന്ന് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് അർജന്റായിട്ട് വേണ്ട കൊണ്ടിട്ട് ഇന്നലെ നൈറ്റ് ഞാനിരുന്ന് തയ്ച്ച് തീർത്ത് തയ്ക്കണതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എൻ്റെ മിഷൻ പെട്ടെന്ന് തന്നെ സൂചി ഒടിഞ്ഞു. എൻ്റെ ആകെ ഒരു സൂചി ഉണ്ടായുള്ള. എന്നിട്ട് പണിയായിട്ട് ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. 12:30 ഉള്ള വീട്ടിൽ നിന്ന് ഉള്ള മിഷൻ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് കുറച്ചേ ഉള്ളൂട്ടോ ഇവിടുന്ന്. അവിടെ പോയി മെഷീൻ എടുത്ത് തിരിച്ചു വന്ന് അതിൽ തയ്ച്ച് തീർത്ത് രാവിലെ ആയപ്പോഴത്തേനും എൻ്റെ മിഷത്തിലിടാൻ സൂചി വാങ്ങി. അങ്ങനെ 6 മണിക്ക് ഞാൻ 3 മണിക്ക് ഉറങ്ങി. 6 മണി 6:30 എണീറ്റ് പിന്നെ തയ്ച്ച് ഒരു 9 മണിയായപ്പോൾ അവർക്ക് കൊടുത്തു. ഒരു പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നതാ. ഇന്ന് ഫുൾ കറങ്ങി തിരിഞ്ഞു. പക്ഷെ എന്താ കുറെ ടെൻഷൻ ഞാൻ ആ ടൈമിൽ അടിച്ചെങ്കിലും അവര് വന്ന് അവരിട്ട് നോക്കി. അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ചേച്ചി അത്രയും നേരം ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞ പുള്ളിക്ക് സന്തോഷമായി. നല്ല സന്തോഷമായി. എനിക്ക് എന്നെ കുറെ നേരം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കുറച്ച് പുറത്തോട്ടൊരു ബുട്ടിക്കൊക്കെ അങ്ങനെ കുറെ കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ആള് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് നല്ല സമാധാനമായി. എന്ന് വെച്ചാൽ എന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ വന്ന കസ്റ്റമർ ഇത്രയും സന്തോഷിച്ച് പോയപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോ ഇന്ന് എനിക്ക് എന്റെ വെബ്സൈറ്റിൽ നിന്ന് എന്റെ പൊന്നോ ഞാൻ ഓർക്കണേക്കാൾ കൂടുതൽ കുറെ ഓർഡറൊക്കെ കിട്ടിയത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് തോന്നുന്നു ഇന്നും കൂടുതലും സ്റ്റോറി കിട്ടുകൊണ്ടിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. കുറെ സന്തോഷമുള്ള കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിച്ച കുറെ സാധനങ്ങളൊക്കെ എന്നിലേക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷമായി. മുമ്പത്തെ ബർത്ത്ഡേ പോലെ അല്ലായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് വന്ന്. എന്റെ അച്ഛനൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നേക്കുന്നു. അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റത്തെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ഐപാഡ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ ഞാൻ എൻ്റെ നെയിൽ ഒട്ടിച്ചിട്ട് വരാൻ കഴിച്ചു. ഞാൻ കുറച്ച് നെയിലൊക്കെ വാങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പം അത് ഒട്ടിച്ചിട്ട് വരാം ഗായ്സ്. ഞാൻ നെയിലൊട്ടിച്ച് പ്രേതത്തിന്റെ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ എന്റെ നെയിൽ കാണാൻ. അപ്പോൾ ഞാൻ എന്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തത് ഇതാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ് കൊടുത്ത എന്റെ സ്വന്തം ഐപാഡാണ്. ഓക്കെ, ഫസ്റ്റത്തത് ഇതാണ്. നമ്മൾ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അധികം ഞാൻ പറയുന്നില്ല. അപ്പൊ നെയിലൊക്കെ വെച്ചോണ്ട് ഇച്ചിരി കൂടി ഇളക്കം കൂടും കേട്ടോ. അടുത്തത് ആലിക്സ് തന്ന ഗിഫ്റ്റാണ്. ആലിക്സ് എനിക്ക് 3 എണ്ണം തന്ന്. ഒരു ഹാമ്പറും പിന്നെ ഒരു ചെടിക്കുട്ടനെ തന്നു. ഞാനെടാ മോൻസേ ചെടി നിങ്ങൾക്ക് എടുത്തിട്ട് ആന പോലത്തെ ഒരു ചെടിയുണ്ട്. ഇവനെ തന്നു. പിന്നെ ഒരു മീൻകുട്ടനെ തന്നിട്ടുണ്ട്. ഹായ് പറയേ.
ഓക്കെ. എനിക്കില്ലേ എല്ലാ പ്രാവശ്യവും എനിക്ക് അങ്ങനെ എൻ്റെ 20ാമത്തെ ബർത്ത്ഡേക്ക് ഒരു ടെടീനെ തന്നിട്ടുണ്ട്. 21ാമത്തെ ബർത്ത്ഡേക്ക് തന്നു. 23ാമത്തെ ബർത്ത്ഡേക്ക് 3 വർഷം അടുപ്പിച്ച് എനിക്ക് ഓരോരോ ടെടീനെ വാങ്ങിത്തരും. 3 ടെടി എന്താ ഇപ്പൊ 3 വലിയ ടെടി എൻ്റെ കയ്യിലോട്ട് എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഇതിനകത്തുള്ളത് എന്തൊക്കെയാന്ന് എനിക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. തുറക്കട്ടെ. എനിക്ക് സത്യത്തിൽ ആർട്സ് ചെയ്ത് തന്നപ്പോ ഞാനില്ലേ നെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇത്രക്ക് ബുദ്ധി ഉണ്ടാന്ന് ഞാൻ ഓർത്തു. ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ എപ്പോഴും വാങ്ങുമ്പോ എന്നെ ചീത്ത വിളിക്കണവൻ ഇന്ന് പോയി ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയേക്കണം. ഞാൻ DIY ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെന്നതില് അടിച്ചിട്ട് അപ്പൊ തുടങ്ങും എന്നെ ചീത്ത പറയാം. എന്തിനാ ഇതൊക്കെ വാങ്ങിക്കണേന്ന് പറഞ്ഞിട്ട്. അവൻ എനിക്കിത് ഈ ഒരു സാധനം എനിക്ക് ഏറ്റവും അത്ഭുതം എന്താണെന്നറിയും. ഈ ഒരു സാധനം ഇത് മറ്റേ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വെക്കണം മറ്റേ ബോക്സില്. ഇത് ഞാൻ പലപ്പോഴും എനിക്ക് മേടിക്കണം നിർത്തി ഞാൻ വാങ്ങിക്കാണ്ടിരുന്നതാണ്. ഇതാ വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നു. ഞാൻ നെട്ടിപ്പോയി. ഇവന് ഇതൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് ഓർത്ത്. ഇത് എന്തിനു യൂസ് ചെയ്യണമെന്നാ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത് ഞാൻ ഓർത്തത്. ഫസ്റ്റ് ഇതായിരുന്നേ. പിന്നെ ഈ ഒരു സാധനം ഇതിങ്ങനെ പിടിച്ചിങ്ങനെ പിരിക്കുമ്പോ ഇതിനകത്തൊരു സാധനം ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് കാണാമോ? ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ ഇത് കിടന്ന് നല്ല രസമല്ലേ. പിന്നെ ഇവിടെ വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കൊതുകുതിരി പോലത്തെ എന്തോ ഒരു സാധനം. കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതാ. ഭയങ്കര മണമാണ് ഇതിന്. ഇത് ഇളക്കുമ്പോ തന്നെ മണം വരും. കണ്ടില്ലേ എന്തോ ഒരു കൊമ്പുണ്ട്. പിന്നെ അയ്യോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുപ്പി. ഇതാ ഇങ്ങനെ ഒരു കുപ്പിയുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതെന്തോ തുറക്കണം എന്ന് തോന്നുന്നു. തുറന്നിട്ട് ഇത് കുത്തി വെക്കുക അങ്ങനെ എന്തോ. ഇത് തുറന്നിട്ട് ഇത് കുത്തി വെക്കാം. എന്റെ കൈ നോക്കൂ. ഓക്കെ ഇത് കണ്ടില്ലേ ഇതിന്റെ വിരല് നോക്കൂ. സാധനം കണ്ട ഇതും ഇത് നമുക്ക് എനിക്ക് ഇപ്പൊ ടൈമില്ല. ഇനിയിപ്പൊ ശരിയായി വേണ്ടെന്നായോ അത് ഇട്ട് തേക്കട്ടെ. പിന്നെ കുറെ കിൻഡർ ഞാൻ ഇന്ന് തിന്നും മരിക്കും സത്യം പറയാലോ. കിൻഡർ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങി തന്നേ പറ്റത്തുള്ളൂന്ന്. പിന്നെ നീ ഒരു ക്ലിപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഈ സാധനം അവിടെ വെച്ചിട്ട് അടിച്ചാൽ നീ തുറന്നെല്ലാം നോക്കാത്ത ഞാൻ ഇപ്പൊ നോക്കണ്ടേ. ഇപ്പൊ എല്ലാരും ഉണ്ടെന്ന് ഞാൻ പറയണേന്ന് അവിടെ ഇരുന്നുണ്ട്. എന്റെ മിഠായി മൊത്തം വേട്ടം തീരി വന്നു. ഇത്രയും മിഠായി ഉണ്ട്. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു ഇതെല്ലായിടത്തും ഫ്രിഡ്ജിൽ വെക്കാം. എനിക്ക് ആദ്യം വീഡിയോ എടുത്തിട്ട് വേണം. ഇത് കണ്ട ഞാൻ എൻ്റെ ഇത്രയും പേനകളുണ്ട്. ഈ പേനയൊക്കെ വാങ്ങിച്ചപ്പോ എന്നെ അടിച്ച് ചീത്ത വിളിച്ച്. എന്തിനാന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങനെ പേനയൊക്കെ വാങ്ങിക്കണം, ഇങ്ങനത്തെ പേന എന്തിനാ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് വാങ്ങി തന്നേക്കുന്നതായത് കണ്ടില്ലേ. ഓക്കെ പിന്നെ അടുത്തത് ഈ ഒരു മാല. പിന്നെ ഒരു ബാഗ്. ആർട്സിന് ഇങ്ങനത്തെ ബാഗില്ലേ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും വാങ്ങാൻ പറയും. പക്ഷെ ഞാൻ വാങ്ങാറില്ല. അതുകൊണ്ട് അവൻ തന്നെ വാങ്ങി തന്നെ നന്നായി. എനിക്കിനി എല്ലാ കാര്യവും വാങ്ങാൻ പറയുമ്പോൾ വാങ്ങാണ്ടിരിക്കാം. അപ്പൊ അമ്മ വെച്ച് ആൾക്കാർ എന്നെ പഞ്ഞിക്കിടാണ്ടിരിക്കാൻ. പിന്നെ 2 ഡ്രസ്സും ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇട്ട് നോക്കണം. സാറ്റേൺ ഷർട്ട്. ആർട്സിന് ഭയങ്കര ഇഷ്ടമാണ് സാറ്റേൺ ഷർട്ട്. അതും ഞാൻ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഷർട്ട് എനിക്ക് ഇതുവരെ ഇല്ല. ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഞാൻ യൂസും ചെയ്തിട്ടില്ല. അപ്പം ആർട്സ് എനിക്കത് വാങ്ങി തന്നു ഗൈസ്. ഈ ഒരു ടീഷർട്ട് ഇതൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ പിന്നെ എൻ്റെ ഈ ചെടിക്കുട്ടനെ എനിക്ക് ആർട്സ് ഗിഫ്റ്റ് തന്നത്. ഇനി ഇവനെ ഞാൻ എവിടെ കൊണ്ടേ വെക്കുമെന്ന് പറഞ്ഞത്. ഇനി അപ്പുറത്തും കൂടി ഒരു തൊട്ടിൽ കെട്ടണം ഇതുപോലെ. കണ്ടോ ഇവൻ പിന്നെ കുഞ്ഞതായതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നോളൂ. ഇവന് പക്ഷെ അങ്ങനെയല്ല സ്ഥലം വേണം. ഇനി ഇവന് സ്ഥലം വേണം ഗായ്സ്. അടുത്തത് എൻ്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ആണ് കാണിച്ചു തരാ. ഇത് രണ്ടുമാണ്. ആദ്യത്തത് ഈ നിക്കർ. ഫസ്റ്റ് ഈ ഒരു ജീൻസിന്റെ ചെറിയൊരു ഫസ്റ്റത്തെ ഇതാണ്. ഈ സാധനം ഞാൻ അതിന് തുറന്നപ്പോ ഞാൻ വായു പൊളിച്ച് നിന്ന്. കാരണം എന്റെ അച്ഛൻ എനിക്ക് ഇത് വാങ്ങി തന്നെന്ന് പറഞ്ഞപ്പോ എന്താ വെച്ചല്ലേ എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഇതുപോലത്തെ എനിക്ക് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്.
അപ്പൊ ഞാൻ അത് ഇട്ടപ്പോ എന്നെ ചീത്ത വിളിച്ചാളാ. അപ്പൊ അച്ഛൻ എനിക്ക് ഇത് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് വാങ്ങി, ഇത് എന്താ വാങ്ങി വെച്ച് പറഞ്ഞു, നിനക്ക് ഇതൊക്കെയല്ലേ ഇഷ്ടം, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പൊ എന്റെ ഇഷ്ടത്തിലുള്ള സാധനം വാങ്ങിയൊക്കെ അറിയാം. ഇതും പിന്നെ ഒരു ടീഷർട്ട് അല്ല ഒരു ടോപ്പ്. ഇത് ഭയങ്കര പ്രശ്നമുണ്ട്, പക്ഷെ തൂങ്ങി പോണ്ട്. എനിക്കിത് പിടിക്കാമെന്ന് തന്നെ പേടിയാവുന്നു. കണ്ടില്ലേ? അയ്യോ, ഇത് ആരാണാവോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി, വൈറ്റ് കളറിൽ. പിന്നെ ഒരു പ്രത്യേകതയില്ലേ, എനിക്ക് എല്ലാവരും വാങ്ങി തന്നു എല്ലാം വൈറ്റ് കളറിലായിരുന്നു. ഇത് വൈറ്റ്, അടിച്ചൊരു വൈറ്റ് ഷർട്ട് വാങ്ങിച്ചു തന്നു. പിന്നെ എൻ്റെ അനിയൻ വാങ്ങി തന്നത് ഞാൻ കാണിച്ചു തരാം. വൈറ്റ് ടീഷർട്ട്, ഇത് ഞാൻ യൂസ് ചെയ്തു. പിന്നെ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കണ്ടേ, ഇതിലോട്ടെടുത്ത് വെച്ചതാ. ഇത് വൈറ്റ് ടീഷർട്ടും റോംബർ പോലത്തെയാണ്. റോംബർ തന്നെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി ഈ ഒരു സാധനം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത് കണ്ണപ്പൻ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ കടയിൽ കണ്ണ കയറി, ഓരോ കടകളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങി വരും. എന്നിട്ട് ഫസ്റ്റ് കയറിയ കടയിൽ തന്നെ ഇതെടുത്തിട്ട് പോന്നു. അടുത്തതും വൈറ്റ് കളറിലെ തന്നെ, ഇത് തുമ്പി തന്ന. അടുത്തതും വൈറ്റ് തന്നെയാണ് ഗൈസ്, എനിക്ക് തുമ്പി വാങ്ങി തന്നതാ. എല്ലാരും വൈറ്റാ വാങ്ങിയേക്കണത്. ഇതെന്ത് പറ്റിയാവോ എല്ലാരും കൂടി വൈറ്റ് വാങ്ങിയത്? ഞാനാണെങ്കിൽ എനിക്കൊരു വെള്ള ഡ്രസ്സ് കിട്ടിയെന്നാൽ ഒരു അരമണിക്കൂർ ഇട്ടാൽ തന്നെ കറുപ്പ് കളറാക്കുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ ഇത്രയും വൈറ്റ് സാധനങ്ങൾ എനിക്ക് വാങ്ങി തന്നു. ഓക്കെ ഗൈസ്, അയ്യോ എനിക്ക് എൻ്റെ പൊന്നു വാങ്ങി തന്നത് ഞാൻ ഇവിടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായി, പൊന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു. പൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ്. അവൾ കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഇരുന്ന് വെച്ചതാ. ഇന്നലെ കറണ്ട് പോയ സമയത്ത് അവൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് എല്ലാം കൂടി പുറത്തോട്ട് ചാടി കുഴിഞ്ഞു പോയി ആ കേക്ക്. ഭയങ്കര വിഷമത്തിലായിരുന്നു അവൾ. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച്, എടി കേക്ക് ഇങ്ങനെ ഞാൻ നിനക്ക് സർപ്രൈസ് തരാനിരുന്നതാ, രാവിലെ നിനക്ക് കൊണ്ടുവന്ന് തന്ന്, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അത് അവളെൻ്റെ ചേച്ചിയല്ലേ, അവൾ അത്ര എഫേർട്ട് എനിക്ക് വേണ്ടി ഇടണല്ലേ. അപ്പം എനിക്കത് മനസ്സിലാവും. അപ്പം ഞാനൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് അത് ഭയങ്കര വിഷമായി. ഇന്നിവിടെ അവളുടെ അമ്മ വന്നപ്പോഴത്തേനും പറഞ്ഞു, ഇന്നലെ എന്തായിരുന്നു പൊന്നു, ഇന്നലെ ഈ ചെറിയ കാര്യത്തിനൊരു ഇതുപോലെയൊക്കെ കിടന്നിട്ട് സങ്കടപ്പെടണേ അവള്. ഞാൻ പറഞ്ഞു, നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്, നീ അനിയത്തിക്ക് വേണ്ടി ചെയ്തു, അതെനിക്ക് മനസ്സിലായില്ലേ. അപ്പം പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. രാവിലെ വന്നിട്ടാണെങ്കിൽ ഒരു മൂടൊക്കെ പോയി ഇങ്ങനെ ഇരിക്കണേന്ന്. എന്നാലും അവൾ എനിക്ക് വേണ്ടി അത്ര എഫേർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്താ, എനിക്ക് വേണ്ടിയിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കി. അത് അങ്ങനെ ആയി പോയെങ്കിൽ അവൾ അത്രയൊക്കെ ചെയ്തില്ലേ. പക്ഷെ അത് പോയിട്ട് അവൾ അത്രയും സങ്കടപ്പെട്ടെങ്കിൽ എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടായിരിക്കുമല്ല. അപ്പം എനിക്ക് അതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് പൊന്നു കാണുവാന്നൊന്നും എനിക്കറിയത്തില്ല, അവൾ എൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാറുണ്ടാണെന്നൊന്നും അറിയില്ല. എന്നാലും എനിക്ക് ഇതും കൂടി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്ക് യു പൊന്നു. പിന്നെ എന്നെ കുറേ പേര് വിഷ് ചെയ്തു, എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ മെൻഷൻ ചെയ്തു, കുറേ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നവർക്കും ഞാൻ വിളിച്ചിട്ടൊരു കുറച്ച് എൻ്റെ കൂട്ടുകാരിമാർ വന്നില്ല. ഞാൻ മിണ്ടത്തില്ല, എനിക്കറിയായിരുന്നു വരത്തില്ലെന്ന്, എന്നാലും സങ്കടമുണ്ട് നിങ്ങൾക്ക് വരാനത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നെ വിഷ് ചെയ്തതിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലും. ഞാൻ അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് കണ്ടായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ചെയ്യാണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇനി ഇട്ട് നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കര തൊലയും. ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി, അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനുള്ള. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.